പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വലിയ നോമ്പ് ചിന്തകളുടെ ഒന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ തുടക്കത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ശുഭകോന ശുശ്രൂഷയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ശുഭകോന ശുശ്രൂഷ പരസ്പരം ക്ഷമ ചോദിക്കുന്ന, സമാധാനം ചോദിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് നാം ക്ഷമിക്കണം എന്നതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളും തെറ്റുകളും ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ നിരവധിയായ പാപകടങ്ങൾ ക്ഷമിച്ചു തരും. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പാപകടങ്ങളും ക്ഷമിച്ചു തരികയില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ നിരവധിയായ പാപകടങ്ങൾ പിതാവായ ദൈവത്തിൽ നിന്ന് ക്ഷമിച്ച് കിട്ടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട്, മറ്റു മനുഷ്യരോട്, സഹജീവികളോട്, സാഹചര്യങ്ങളോട്, നമ്മോട് തന്നെയും നമ്മൾ ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷമിക്കാത്ത വ്യക്തിയുടെ പാപകടങ്ങൾ ദൈവം ക്ഷമിച്ചു തരികയില്ല. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും അനുഷ്ഠിക്കേണ്ട ഒരു സുകൃതമാണ്. അതുകൊണ്ട് ക്ഷമിക്കപ്പെടേണ്ട സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ ദൈവം ആവിഷ്കരിക്കും. അതിനെ എല്ലാ സർവ്വ സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ എല്ലാ മനസ്സോടും കൂടി തന്നെ, പൂർണ്ണ മനസ്സോടു കൂടി തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുകയും ക്ഷമിക്കാനുള്ള ആ സാഹചര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും വേണം. പ്രിയമുള്ളവരെയും, കർത്തൃ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന്. ഇവിടെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നൊരു വ്യവസ്ഥയുണ്ട്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ പാപകടങ്ങൾ ക്ഷമിച്ചു തരണം എന്ന്. പ്രിയമുള്ളവരെ, കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കൂദാശ ഒരു ഒരുക്ക കൂദാശയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ കുർബാന എന്ന ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിട്ടാണ് നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തുന്നത്. കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയുടെ പാപകടങ്ങൾ അത് കേട്ടതിന് ശേഷം പുരോഹിതൻ ഒരു ആശീർവാദം നമുക്ക് തരും. ഇതാ, അവിടുന്ന് ചെയ്തു പോയിട്ടുള്ള, അങ്ങ് ചെയ്തു പോയിട്ടുള്ള, നീ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപകടങ്ങളും, അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ളതും ഏറ്റുപറഞ്ഞതും പറയാൻ വിട്ടുപോയതുമായ എല്ലാ പാപകടങ്ങളും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇതിനാൽ മോചിച്ചിരിക്കുന്നുവെന്ന്. അവിടെ നമുക്ക് ന്യായമായും ഒരു സംശയമുണ്ടാകാം. ഏറ്റുപറയുന്നുവെങ്കിൽ പാപങ്ങൾ മോചിച്ച് കിട്ടുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ട ആവശ്യമെന്ത് എന്ന്. പ്രിയമുള്ളവരെയും, ഇത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുമ്പസാരത്തിൽ നൽകുന്ന ആശീർവാദം അത് പൂർണ്ണമാകുന്നത് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെയാണ്. വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ, വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ പുരോഹിതൻ അവസാനം പറയുന്ന ആശീർവാദമുണ്ട്: ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന്. അപ്പോൾ കുമ്പസാരത്തിൽ മോചിച്ച പാപകടങ്ങൾ പൂർണ്ണമായും മോചിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെയാണ്. കുമ്പസാരിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ കടന്നു പോവുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ കുമ്പസാരം എന്ന കൂദാശ പൂർണ്ണമാകുന്നില്ല. അത് ഒരുക്ക കൂദാശ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, വിശുദ്ധ കുർബാന എന്ന ബലിയാകട്ടെ, ആ കൂദാശയാകട്ടെ, അത് ക്ഷമയുടെ ഒരു ബലിയാണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം പാപങ്ങൾ എവിടെയെല്ലാം ഏറ്റുപറയുന്നുണ്ടെങ്കിലും ആ പാപങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെ മോചനം ലഭിക്കുന്ന വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെയാണ്. വിശുദ്ധ കുർബാന എന്ന ആരാധനയാകട്ടെ ക്ഷമയുടെ ബലിയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു സഹീയോൻ മാളികയിൽ അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തുകൊണ്ട് തൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു പറഞ്ഞ് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു. എന്നാൽ താൻ ബലിയെ പൂർത്തിയാക്കിയത് കാൽവരി മലയിൽ താൻ ഏറ്റ എല്ലാ പീഡനങ്ങളും കഷ്ടതകളും അവരോട്, ആ ചെയ്ത ആൾക്കാരോട് ക്ഷമിച്ചുകൊണ്ടാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ ബലിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ആ ബലിയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നതാണ് വിശുദ്ധ കുർബാന. കർത്താവിൻ്റെ ബലിയോട് നമ്മുടെ ജീവിത ബലിയെ കലർത്തുന്നതാണ് വിശുദ്ധ കുർബാന എന്ന ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക,
ക്രൂശിൽ നിന്നൊഴുകിയ ആ ദൈവത്തിൻ്റെ കൃപ, പാപക്ഷമയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങണമെങ്കിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ക്രൂശിൽ ക്ഷമിച്ചതുപോലെ നമ്മളും നമ്മുടെ നിരവധിയായ പാപകടങ്ങൾ ക്ഷമിക്കാനുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ നോമ്പിന് വേണ്ടി ഒരുങ്ങുന്ന അല്ലെങ്കിൽ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിൻ്റെ നാളുകളിൽ ക്ഷമിക്കുക എന്ന പുണ്യം, ആ സുഹൃതം നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ. ക്ഷമിക്കാത്ത വ്യക്തിയുടെ ബലി ദൈവം സ്വീകരിക്കുകയില്ല. ക്ഷമിക്കാത്ത വ്യക്തിയുടെ പാപകടങ്ങളെ ദൈവം പുറത്തു തരികയില്ല. ക്ഷമിക്കാത്ത വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിക്കുകയുമില്ല. ആരാധനയിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുകയില്ല. മാമോദിസായുടെ ഗുണങ്ങൾ ഒന്നും തന്നെ, മാമോദിസ എന്ന കുദാശയിലൂടെ നമ്മിലേക്ക് ദൈവം നൽകിയ നൽവരങ്ങൾ, കൃപാവരങ്ങൾ ഒന്നും തന്നെ നമ്മളിൽ ഉജ്ജ്വലിക്കുവാനായിട്ട് ഇടയായിത്തീരുകയുമില്ല. അതുകൊണ്ട് ക്ഷമയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് വലിയ നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ശുഭക്കോന ശുശ്രൂഷ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, ക്ഷമിക്കുക എന്നത് നമ്മളുടെ ഒരാവശ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിവാര്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു സുഹൃതവുമാണ്. കുടുംബജീവിതത്തിൽ ക്ഷമിക്കേണ്ടതായിട്ട് വരും, സാമൂഹിക ജീവിതത്തിൽ ക്ഷമിക്കേണ്ടതായിട്ട് വരും, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മോട് തന്നെയും നമുക്ക് ധാരാളം ക്ഷമിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ക്ഷമ, യേശുക്രിസ്തു പഠിപ്പിച്ച ക്ഷമ നമ്മളും അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷമിക്കുന്ന വ്യക്തി ദൈവകരങ്ങളിലേക്ക് ആണ് ചെന്ന് വീഴുന്നത്. എല്ലാ കൽപ്പനകളുടെയും അനുസരണം ക്ഷമയിലൂടെയാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുടുംബജീവിതക്കാർക്ക് പരിശുദ്ധനായ പൗലോസ്ലീഹ ഏതാനും ഉപദേശങ്ങൾ എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 22 മുതൽ 6-4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എഫെസ്യർ 5:22 ഭാര്യമാരോട് സ്ലീഹ പറയുകയാണ്, കർത്താവ് സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് സഭയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തലയാണ്. അതുകൊണ്ട് കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം എന്ന്. അതുപോലെ 5:25 പറയുകയാണ്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഒരു കുടുംബത്തിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ തൻ്റെ സ്ത്രീയെ, ഭാര്യയെ സ്നേഹിക്കണം എന്ന്. അപ്പോൾ ഈ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ ഒരുപാട് ക്ഷമിക്കാനായിട്ടുണ്ട്. ഭർത്താവിനൊരു വ്യക്തി നിരുപാധികമായി ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഭാര്യയുടെ നിരവധിയായ പ്രവൃത്തികളെ ഒരുപക്ഷെ ക്ഷമിക്കാനായിട്ട് ഉണ്ടാകും. അപ്പോൾ ഏത് കൽപ്പനകളുടെ അനുസരണത്തിനും ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് കൽപ്പന അനുസരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഇതാ, നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നിനക്ക് ഭൂമിയിൽ നന്മ ഭവിക്കേണ്ടതിനും നീ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. മക്കളോട് പറയുകയാണ്. അപ്പോൾ മക്കൾക്ക് അപ്പനെയും അമ്മയെയും നിരുപാധികമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് അവരുടെ ചെയ്തികളെയൊക്കെ ക്ഷമിക്കേണ്ടതായിട്ട് വരും. അതുപോലെ എഫെസ്യർ 6:4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പിതാക്കന്മാർ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്, അവരെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയത്രേ ചെയ്യേണ്ടതെന്ന്. അപ്രകാരം മക്കളെ സ്നേഹിക്കണമെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് ധാരാളം ക്ഷമിക്കേണ്ട അവസരങ്ങളുണ്ട്. ക്ഷമിക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ അവരെ പോറ്റി വളർത്താനും പഥ്യോപദേശത്തിൽ അവരെ നിലനിർത്താനുമൊക്കെ സാധിക്കുകയുള്ളൂ. അവരെ പ്രകോപിപ്പിക്കാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിലെ കൽപ്പനകൾ, തിരുവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ നമുക്ക് ക്ഷമിക്കണം. അതുകൊണ്ടാണ് വലിയ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ക്ഷമയെക്കുറിച്ച് കൂടുതലായിട്ട് പ്രബോധിപ്പിക്കുന്നത് പിതാക്കന്മാർ. ശുഭക്കോന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇതാ പുരോഹിതൻ ക്ഷമയെക്കുറിച്ച് പ്രബോധിപ്പിക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ആ ശുഭക്കോന ശുശ്രൂഷയുടെ പ്രമേയം സദറായിൽ പിതാക്കന്മാർ പറയുകയാണ്, ദൈവം സ്നേഹം തന്നെയാകുന്നുവെന്ന്. ദൈവത്തിൻ്റെ പേരെന്ത് എന്ന് പിതാക്കന്മാർ പറയുകയാണ്, സ്നേഹമെന്നാണ് ദൈവത്തിൻ്റെ പേര് എന്ന്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനവരാശിയുടെ നിരവധിയായ പാപകടങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം അവയോടെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുകയും ആ ക്ഷമയുടെ പ്രവൃത്തി ഏകജാതനിലൂടെ പൂർത്തീകരിക്കുകയും അതിൻ്റെ നൽവരങ്ങൾ മാനവരാശിക്ക് മുഴുവൻ നൽകുകയും ചെയ്തത്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവിധം ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു എന്ന്. അപ്പോൾ തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചിരിക്കുകയാണ്. അത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. 28:21 നമ്മൾ വായിക്കുന്നുണ്ട്,
നോഹയുടെ ബലിയിൽ സംപ്രീതനായ യഹോവയായ ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഇനിമേൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് രക്ഷാകര പ്രവൃത്തിയുടെ യേശുക്രിസ്തുവിലൂടെ നടക്കാനിരിക്കുന്ന രക്ഷാകര പ്രവൃത്തിയുടെ ഒരു പ്രവചനമായിരുന്നു കർത്താവ് അവിടെ നിർവഹിച്ചത്. അതുകൊണ്ട് ഇതാ നോഹയുടെ കാലത്ത് നോഹയുടെ പെട്ടകത്തിലേക്ക് പ്രവേശിച്ച് രക്ഷപ്പെടാനാണ് ദൈവം പറഞ്ഞതെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം പറയുന്നത് ഇതാ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ശരീരമാത്മ മനസ്സുകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുക, പുതിയ സൃഷ്ടിയായിത്തീരുക, ആത്മാവിൽ പുതുക്കമുള്ളവനായിത്തീരുക, അങ്ങനെ നിത്യജീവൻ അവകാശിയായിത്തീരുക എന്നാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ പാപകടങ്ങളെ ഓർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ ഓർത്തിന് നിത്യനരകത്തിലേക്ക് പോകുന്നു ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം ഒരു രക്ഷാകര പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചുവെന്ന് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ബലിയർപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ബലിയാകട്ടെ അത് ക്ഷമയുടെ ബലിയാണ്, സഹനത്തിൻ്റെ ബലിയാണ്, ശത്രുവിനെ സ്നേഹിക്കുകയും ശത്രുവിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ബലിയാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ബലിയർപ്പണമാണ്. വിശുദ്ധ കുർബാന എന്ന കുദാശയിൽ ഇമ്പപ്പെടാനായിട്ട് ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവർ ക്ഷമിക്കപ്പെടേണ്ട സാഹചര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി ക്ഷമിക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെ ക്ഷമയുടെ ബലി അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ ഇമ്പപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ വലിയ നോമ്പിൻ്റെ നാളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.